ശാന്തി. ജീവിതത്തിൽ എന്നും വിജയം വരിക്കാൻ ഒരേ ഒരു മന്ത്രം മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ: മാറ്റം. മാറ്റത്തെ ഏത് വിധത്തിലൊരു മനുഷ്യൻ സ്വീകരിക്കുന്നു അതിൻ്റെ ആധാരത്തിലാണ് ജീവിതം അവന് വിജയം വേണോ അതോ ദുഃഖം വേണോ സുഖം വേണോ വേദന വേണോ നമ്മൾ നിശ്ചയിക്കപ്പെടുന്നത്. മാറ്റത്തിനോട് നമുക്കുള്ളതായിട്ടുള്ള പ്രതികരണത്തിൻ്റെ ആധാരത്തിലാണ്. മാറ്റം എന്ന് പറയുന്ന ആർക്കും മാറ്റാൻ പറ്റാത്തൊരു ഘടകമാണ്. ലോകത്തിൽ മാറ്റമില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അതെല്ലാവരും പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതൊരു കാര്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ: മാറ്റം മാത്രം. പക്ഷേ മാറ്റത്തെ ഒരു മനുഷ്യൻ ഏത് രീതിയിൽ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ആധാരത്തിൽ അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ആധാരമാവുന്നു മാത്രം. മാറ്റത്തെ മനുഷ്യന്മാർ 4 രീതിയിലാണ് പ്രതികരിക്കാറ്. ചിലർ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിന് അറിഞ്ഞിട്ടും എനിക്ക് സ്വീകരിക്കണം എന്ന് അറിഞ്ഞിട്ടും അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾ. അങ്ങനെയുള്ളവർക്ക് നിർബന്ധിതമായി മാറ്റം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അതൊരു വേദനാജനകമായ പ്രോസസ്സായിട്ട് മാറാറുണ്ട്. ചിലർ എന്നെക്കൊണ്ട് ഇത് മാറാൻ പറ്റുമാവോ എന്നുള്ളതായിട്ടുള്ള ഭയം കൊണ്ട് എതിർക്കുന്നവർ, അവർക്കും ജീവിതത്തിൽ നിർബന്ധിതമായി മാറ്റം വേണ്ടി വരുന്ന സമയത്ത് സഫോക്കേഷൻ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടാറുണ്ട്. ചില ആളുകൾക്ക് മാറ്റം വേണം എന്നറിഞ്ഞിട്ടും അതിന് ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ടും അതെല്ലാം ആണെങ്കിലും കുറച്ച് മാറ്റം കൊണ്ടുവന്നു എന്ന് സ്വയം അവനവനെ ബോധ്യപ്പെടുത്തി അതേസമയം സ്വയം ഉള്ളിൽ മാറാതെ നിൽക്കുന്നവർ, അവർ സ്വയം അവനവനെ ചതിക്കുകയാണ്. സമയം വരുമ്പോൾ അവർക്കും മാറ്റം എന്നത് വേദനാജനകമായിട്ട് മാറും. മാറ്റം ആക്ച്വൽ വേയിൽ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ അത് എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടതെന്നും എൻ്റെ ഉള്ളിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഞാൻ ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ എംബ്രേസ് ചെയ്ത് സ്വീകരിച്ച് നമ്മുടെ ലൈഫിൽ അതിനെ പരിവർത്തനം കൊണ്ടുവരുന്ന സമയത്ത് ഉപബോധ മനസ്സുകളുള്ളിൽ മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് മാത്രമാണ് ഒരു മാറ്റം പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കുന്നത്. ആ രീതിയിൽ സമയത്തിനൊത്ത് അവനവൻ്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ട രീതിയിലുള്ളതായിട്ടുള്ള അപ്ഗ്രഡേഷൻ കൊണ്ടുവന്നുകൊണ്ട് ഉയർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് അവനവനെ കൊണ്ടുപോയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ ജീവിതം നമുക്ക് സദാ വിജയമായി തോന്നും, ആനന്ദമായി തോന്നും. ലോകത്ത് മാറ്റമില്ലാത്ത ഒന്നും തന്നെയില്ല. ഒരു ദിവസം ഒന്ന് നോക്കിയേ, രാവിലത്തെ വെയിലിൻ്റെ സുഖം നമുക്ക് ഉച്ചയ്ക്ക് വെയിലിന് കിട്ടാറില്ല. സന്ധ്യത്തെ വെയിലിൻ്റെ സുഖമല്ല രാത്രിയിൽ നമുക്ക് വരുമ്പോണ്ടാവുന്നത്. രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകുന്നേരം ഒന്ന്, രാത്രി ഒന്ന്. ഈ പ്രകൃതി ഒരൊറ്റ ദിവസത്തിൽ തന്നെ മാറ്റത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. രാവിലെ വിരിയുന്ന പുഷ്പങ്ങൾ, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ ശോഭ, പകലതിൻ്റെ ഭംഗി മറ്റൊന്ന്, സന്ധ്യയ്ക്ക് പൊഴിയുന്ന എത്ര പുഷ്പങ്ങൾ. മാറ്റം അനിവാര്യമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ പ്രകൃതി. കാലാവസ്ഥ, മഴക്കാലം വരുന്നു, മഞ്ഞുകാലം വരുന്നു, ഓരോന്നും വരുന്നു. എല്ലാം ഈ ലോകത്ത് ആവശ്യമാണ്. മഴക്കാലം വന്നാൽ മാത്രമാണ് നമുക്ക് ആ വിത്തുകൾ ഈ ഭൂമിയിലേക്ക് വരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഒന്നും ശരിക്കും പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അഥവാ ഈ തകർത്തു പെയ്യുന്ന കാലവർഷം വന്നില്ല എങ്കിൽ നമുക്ക് പിന്നെ ഒരു വസന്തത്തിൻ്റെ മേടമാസം, ഒരു മേടപ്പുലരിയിൽ വസന്തം ആസ്വദിക്കണം നമുക്കെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർക്കിടക മാസത്തിൽ ഒരു കറുത്ത മേഘങ്ങൾ കൊണ്ടുണ്ടാവുന്ന തകർത്ത് പെയ്യുന്ന മഴ ഉണ്ടാവണം, എന്നാലേ നമുക്ക് സാധിക്കൂ. പ്രകൃതി അതിൻ്റെ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ സീസണൽ ഫ്രൂട്ട് നമുക്ക് തരാറുണ്ട്. ആ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുന്നവർക്ക് അസുഖം കുറവായിരിക്കും. കാരണം ആ സീസൺ വേണ്ടതായിരിക്കുന്ന വെള്ളമാണെങ്കിൽ വെള്ളം, മധുരമാണെങ്കിൽ മധുരം, എന്താണെങ്കിൽ അത് സപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രകൃതി അതിൻ്റെ പഴങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം. ഓരോ കാലഘട്ടവും കാലാവസ്ഥയും ഈ പ്രപഞ്ചത്തിൽ വരുന്ന സമയത്ത് അത് അതിൻ്റെതായിട്ടുള്ള മാറ്റത്തെ സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത്. ഒഴുകുന്ന വെള്ളത്തിൽ മാത്രമാണ് ശുദ്ധി നിൽക്കാറുള്ളൂ. കെട്ടിക്കിടക്കുന്ന വെള്ളം അധികം കഴിയാതെ നാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദുർഗന്ധമില്ലാതാക്കാൻ വേണ്ടി സുഗന്ധത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്നും മാറ്റത്തിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് എന്ത് വേണോ അത് പഠിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് ലൈഫ് ഈസ് ലേൺ, റീലേൺ ആൻഡ് അൺലേൺ എന്ന് പറയുന്നത്. എന്ത് കാര്യങ്ങളെ പഠിക്കണോ അതിനെ പഠിക്കാനും, പഠിച്ചത് തെറ്റെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ മാറ്റാനും, എന്ത് കാര്യങ്ങൾ പഴയതിൽ നിന്ന് നല്ലത് എടുക്കാനുണ്ടോ അതിന് വീണ്ടും പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ്, അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത്തരത്തിൽ എന്നും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറല്ലെങ്കിൽ ഒന്നുകിൽ മുന്നോട്ട് അല്ലെങ്കിൽ താഴോട്ട്. നിന്നിടത്ത് നിൽക്കുക എന്നൊരവസ്ഥ ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ നിൽക്കുകയാണ് വെച്ചാൽ അർത്ഥം സ്വയമേവ മനസ്സിലാക്കിക്കൊള്ളണം, നിൽക്കുന്നുവെങ്കിൽ ഞാൻ പിന്നോട്ട് തഴയപ്പെടുമെന്ന്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈലായിരുന്നു നോക്കിയ. ഒരു കാലഘട്ടം വന്നപ്പോൾ നോക്കിയ പിന്നോട്ട് തള്ളപ്പെട്ടു പോയി. എന്തുകൊണ്ടായിരുന്നു? കാരണം പുതിയ ടെക്നോളജിയിൽ, പുതിയ ഡെവലപ്മെൻറ്റ്, ടച്ചാണ്, ഈ ആൻഡ്രോയിഡാണ്, ഇതൊക്കെ വന്നപ്പോൾ ഇതിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് പിന്നോട്ട് പോയി. വീണ്ടും സ്വീകരിച്ചപ്പോൾ പുതിയ മൊബൈൽസുമായിട്ട് രംഗത്തേക്ക് വരുന്നു. അതുകൊണ്ട് ആര് തൻ്റെ ജീവിതത്തിൽ മാറ്റം സ്വീകരിക്കാത്തവരുണ്ടോ അവരെ ലോകം മാറ്റും എന്നതാണ് സത്യം. തൻ്റെ ഷോപ്പിൽ ആരാണോ പുതുമ കൊണ്ടുവരാത്തത്
ചെയ്യുന്നത് ആ ഷോപ്പുകാരനെ അധികം വൈകാതെ ആ നാട്ടുകാർ മാറ്റും എന്നതാണ് സത്യം. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ മാറ്റം സ്വീകരിക്കുക എന്നതാണ് സദാ വിജയത്തിലേക്ക് പോകാനുള്ളതായിട്ടുള്ള ഫോർമുല. ഒരിക്കലും ഒരാളുടെ ജീവിതവും എനിക്കെല്ലാം നേടി എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. എന്നും പുതുമ വന്നുകൊണ്ടിരിക്കും, എന്നും പുതിയത് പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ രീതിയിൽ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണം, പുതിയതായിട്ടുള്ള അനുഭവങ്ങളുടെ ആധാരത്തിൽ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ എന്നും ജീവിതം ആനന്ദദായകമായി മാറും, എന്നും പുതുമയായിരിക്കും. പുതുവർഷത്തിൽ നമ്മൾ അന്യോന്യം ആശംസിക്കാറില്ലേ, ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ ഡെയിലി ഹാപ്പി ആവാൻ, ഡെയിലി ഹാപ്പി മോർണിംഗ് ആവാൻ, എന്നും മാറ്റത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്നും വിജയഗാഥ നമ്മുടെ സ്വന്തമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഫോർമുല സ്വന്താക്കണം. മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് മാറ്റത്തിന് വേണ്ടി നമ്മളെ സ്വയം സജ്ജമാക്കി മാറ്റുന്നുവെങ്കിൽ മാറ്റം എന്ന സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇന്നത്തെ മനുഷ്യന് ഒരു 2 മണിക്കൂർ സമയം ഒരു കസേരയിൽ ഇരുന്നാൽ പോലും അതെൻ്റെ സീറ്റ് എന്ന് വിചാരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് മനസ്സിനെ മാറ്റിയാൽ മാത്രമാണ് സദാ വിജയം നമുക്ക് ആനന്ദിക്കാൻ സാധിക്കുക. അതുകൊണ്ട് വേണ്ട മാറ്റങ്ങളെ കൊണ്ടുവരാനും വേണ്ടാത്തതിനെ മറക്കാനും, പഠിച്ചത് മറന്നതിൽ നിന്ന് എന്തെങ്കിലും പുതിയത് കൊണ്ടുവരണമെങ്കിൽ അതിനെ സ്വീകരിക്കാനുമുള്ള മനോഭാവം അത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.